നെക്സ്റ്റ് ആർ എം എസ് വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്നാണ് ആർ എം എസ് വാല്യൂ പറയുന്നത് നമുക്ക്. അപ്പോൾ അതിൻ്റെ റൂട്ട് സ്ക്വയർ എടുത്ത് മീൻ എടുത്ത് റൂട്ട് എടുക്കുക, അപ്പോഴാണ് നമുക്ക് ഈ ആർ എം എസ്. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ കയ്യിൽ ഉള്ളത് E0 സൈൻ ഒമേഗ ടി, അതിനെ സ്ക്വയർ ചെയ്യണം. അപ്പോൾ നമ്മളെടുക്കുന്നത് ഒരു ഫുൾ ഇതെടുക്കുന്നത്. അപ്പോൾ 1/2π ഇൻ്റഗ്രൽ 0 to 2π. ഇത് സ്ക്വയർ ചെയ്യണം, ഇത് സ്ക്വയർ ചെയ്യണം. പിന്നെ ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഫംഗ്ഷൻ നമുക്ക് ഇത് വേരി ചെയ്യുന്നത് ആംഗുലാർ ഫംഗ്ഷനായിട്ട്, ടൈം ഫംഗ്ഷൻ അല്ല, ആംഗുലാർ ഫംഗ്ഷനായിട്ടാണ്. കാരണം ഇവിടെ 0, ഇവിടെ π, ഇവിടെ 2π. അപ്പം ഇത് തീറ്റയിലാണ് വേരിയേഷൻ വരുന്നത്. നമ്മൾ ഇപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ടൈമിലാണ്. അപ്പോൾ ടൈമിൻ്റെ കൂടെ തീറ്റ വേരിയേഷൻ കാണിക്കാൻ വേണ്ടി വേണ്ട തീറ്റയിലാണ് വേരിയേഷൻ കാണിക്കാൻ വേണ്ടി ഒമേഗ ടി, സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി ബ്രാക്കറ്റിൽ കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആർ എം എസ് വാല്യൂ കിട്ടും. ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത് E0/√2 ആണ്. ഇതാണ് ആർ എം എസ് വാല്യൂ എന്ന് പറയുന്നത്. IRMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I = I0/√2. ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നതാണ്. കാരണം സൈൻ സ്ക്വയറിന് ഡയറക്റ്റ് റൂട്ടല്ല, അതിന് ഇൻ്റഗ്രേഷൻ ഇല്ല. അപ്പോൾ നമ്മളതിനെ കോസായിട്ട് 1 - cos 2ωt / 2 എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അത്രയും മാത്തമാറ്റിക്കൽ പാർട്ടിലേക്ക് പോകേണ്ട, കാരണം സിലബസിൽ വളരെ ലൈറ്റായിട്ട് പറഞ്ഞു പോയതുകൊണ്ട് അത്രയും ഏരിയയിലൊന്നും കവർ ചെയ്യണ്ട. ഇനി ഇപ്പോൾ നമുക്ക് കിട്ടിയ നമ്മുടെ AC കറണ്ട്, നമ്മൾ നേരത്തെ AC വോൾട്ടേജ് കിട്ടി. അത് തന്നെയാണ് അതിൻ്റെ AC വോൾട്ടേജ് എന്ന് പറയുന്നത് E = E0 സൈൻ ഒമേഗ ടി. അതുപോലെ AC കറണ്ട് എന്ന് പറയുന്നത് I = I0 സൈൻ ഒമേഗ ടി. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളുടെ ഓരോ ഡിവൈസിലും അല്ലെങ്കിൽ ഓരോ ഇൻസ്ട്രുമെൻറ്റിലും ഇൻഡക്ടർ, റെസിസ്റ്റർ, കപ്പാസിറ്റർ ഇതിലൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം.